ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ പ്രത്യേകിച്ചൊരു വ്ളോഗൊന്നല്ലേ, ഇന്നൊരു സർപ്രൈസിങ് വീഡിയോ ആണ്. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സെമിനാറിന് പോയായിരുന്നു. അപ്പം അവിടെ പോയപ്പോൾ അവിടെ ഓറൽ പ്രസൻറ്റേഷൻ ചെയ്തതിന് എൻ്റെ ഫ്രണ്ടിന് ഫസ്റ്റ് കിട്ടി. അപ്പം അവളുടെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സർപ്രൈസ് അവർക്ക് കൊടുക്കാവൂ. പിന്നെ നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞാൽ സർപ്രൈസ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയാ സർപ്രൈസ് കൊടുക്കാന്നൊക്കെ ചിന്തിച്ചിട്ടും ഒരു ഐഡിയ കിട്ടുന്നില്ല. ലാസ്റ്റ് ഇവിടെ ഭയങ്കര സൗണ്ടാണ്, പക്ഷെ നിങ്ങൾ കേൾക്കുക. ലാസ്റ്റ് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സാധാരണ യൂട്യൂബേഴ്സൊക്കെ Q&A ചോദിക്കുമല്ലോ, അതുപോലെ ഞാനും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിക്കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവൾക്ക് സ്നിക്കേഴ്സ് ആണ് ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം അത് കൊടുക്കണം എങ്ങനെയുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് Q&A ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയണം, ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് അവരുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ആൻസർ പറയണവർക്ക് ചോക്ലേറ്റ്സ്. എന്താ ചെയ്യാൻ പോണേ, ഇത് ഇങ്ങനെയൊക്കെ ആവും, ഫ്ലോപ്പ് ആവും ഒന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഇത്രയും മിഠായി ഉണ്ട്. ഞാൻ അത് വെച്ചിട്ടാണ് അവരെ പറ്റിക്കാൻ പോണത്. എന്താ എക്സ്പ്രഷനൊക്കെ നമുക്ക്. ഹലോ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് നിങ്ങൾ ഉത്തരം പറയണം. ഉത്തരം പറയണ ആൾക്ക് സമ്മാനമുണ്ട്. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കും. സമ്മാനം കുറച്ച് മിഠായി, ഇതാണ് സമ്മാനം. ഉത്തരം പറയുന്നവർക്ക് മാത്രമാണ് ഈ സമ്മാനം തരുന്നത്. അപ്പൊ എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ ചോദിക്കും, അപ്പൊ പറയണം. സ്വന്തമായി കസേരയുള്ള മാനാര്? ആർക്ക് വേണമെങ്കിലും പറയാം. സ്വന്തമായി കസേരയുള്ള മാനാര്? കസ്തൂരിമാൻ. അതേത് മാൻ? ടൈം ലിമിറ്റ് ഒക്കെ ഉണ്ടോ? ടൈം ലിമിറ്റ് ഉണ്ട്. ഇനി അവർ 5 വരെ എണ്ണും, അതിന് മുന്നേ പറയണം. ചെയർമാൻ. കറക്റ്റ് ആൻസർ. അപ്പൊ ഗൈസ്, നമ്മള് മിഠായി സ്നിക്കേഴ്സ് കൊടുക്കണം. 5 സ്റ്റാർ മതിയെന്ന്. അപ്പൊ 5 സ്റ്റാറിന്റെ ആഗ്രഹം പറഞ്ഞോണ്ട് നമ്മൾ 5 സ്റ്റാർ കൊടുക്കണെങ്കിൽ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യരുത്. അപ്പൊ അതിന് ഉത്തരം പറയണം. ഉത്തരം പറയാണ്ട് ചുമ്മാ കിട്ടത്തില്ല. അടുത്ത ചോദ്യം, ആരും യാത്ര ചെയ്യാത്ത ബസ് ഏത്? അറിയില്ല, എന്നും നമ്മൾ കാണുന്നതാ. ഇത്രയൊക്കെ തരാൻ പറ്റുള്ളൂ. ആരും യാത്ര ചെയ്യാത്ത ബസ് ഏത്? ബൈപ്പാസ്. അതേത് ബസ്? ബൈപ്പാസിലോട് ബസ്. സിലബസ്. ഇതാ യുവർ ഉത്തരം ഈസ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ? റിയാക്ഷൻ. അത് ചാൻസ് ഇല്ല. അറിയാവോ ആർക്കെങ്കിലും? ആർക്കും അറിയില്ലെങ്കിൽ പറയാണ്ടിരിക്കും. മിഠായി ഞാൻ എടുക്കുന്നതായിരിക്കും. റിയാക്ഷൻ ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. ആ റിയാക്ഷൻ വേണ്ട. സുല്ലിട്ടോ 1, 2, 3. സുല്ലിട്ടോ. ആർക്കും അറിയില്ലല്ലോ. മിക്സ് ആക്ഷൻ. അതെന്താന്ന് എനിക്കറിയില്ല. അതിന്റെ ആൻസർ എങ്ങനെയാണ്? അതെന്താണ്? അതിന് ആൻസറാണ് മിക്സ്. ഇത് ഫൗൾ ഗെയിമാണ്. അടുത്തത് എല്ലാവർക്കും മനസ്സിലാവും. പട്ടി കുരയ്ക്കുന്നത് എന്തുകൊണ്ട്? എന്ത് വേണം നിനക്ക്? സ്നിക്കേഴ്സ് ആയിരിക്കൂലേ? സൂര്യ അവിടുന്ന് ഫൗളാ. നമ്മളുടെ കേട്ട് പറഞ്ഞാണോടി നീ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും. മനുഷ്യൻ ആദ്യമായി ചവിട്ടിയ പാത്രം? ഇത്ര മാത്രം ഇതപ്പൊ ആൾക്കാരോർക്കും ഞാൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നിട്ട് പറയണേന്ന്. ഗൈസ്, ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല. ഇതുവരെ സ്വന്തമായിട്ട് എന്തൊക്കെയാ പറയുന്നത്. ഏതാ? ഇനി ചോദിക്കാലോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വെറൈറ്റി ആയിരിക്കും. ഒരിക്കലും പറക്കാത്ത കാക്ക? നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഗൈസ്. അല്ല,
ഒരിക്കലും പറ പറയാറുന്ന സമയമുണ്ടോ? കൺഗ്രാറ്റ്സ്. ചളങ്ങിയതിൽ ഇതിലൊരു കുറ്റമല്ല. ഇനിയിപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അതാ കൊച്ചിന്റെ ജനറൽ നോളജ്. എനിക്ക് നീതി വേണം. നോ ഇക്കാക്ക, അതാണ് ആൻസർ. പറക്കാൻ പറ്റാത്ത കിളി ഏത്? അറിയാവുന്നവര് ഉത്തരം പറയണം ആദ്യമേ. ഇനി നമുക്ക് ആ കുട്ടിക്ക് എല്ലാം അറിവാണ്, അതുകൊണ്ടാണ്. പിന്നെ എല്ലാരും ബഹുമാനിക്കുന്ന തല അതേത് മുതല? ഗൈസ് ഇതൊക്കെ ഫേക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. പറയൂ. ഇതിന് ചെന്നിത്തല. ഒന്ന് ചുമ്മാ ആലോചിച്ചാ മതി. പകുതി വരെ ഞാൻ ഇപ്പൊ പറഞ്ഞു ഗൈസ്, എന്നിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. ചുമതല. ഓ അതെ, പകുതി പറഞ്ഞോണ്ടല്ലേടി. അതെങ്ങനെയാണ് നിനക്ക് കിട്ടിയത്? പറയടി, അതെങ്ങനെയാണ് നിനക്ക് കിട്ടിയത്? ഗൈസ് സോറി, മിഠായി തീർന്നു. അതല്ല, ആപ്പി ഉത്തരം പറഞ്ഞപ്പോഴത്തേക്കും മിഠായി തീർന്നു. ഇനി എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല. മിഠായി എന്റെ കയ്യിലില്ല. രണ്ടരം കൂടി ഫിദാടെ കയ്യിൽ ഞാൻ ബാഗിൽ വെക്കാൻ പറഞ്ഞ് തന്നായിരുന്നു. അതെന്തേ? അത് തന്നെ. മിഠായി തീർന്നില്ല. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. ഉണ്ട്. രണ്ടെണ്ണം തന്നു. സോറി, ഇതും കൂടി ഉള്ളാർന്ന്. ഇത് ഒരെണ്ണം കൂടി ഉണ്ട്, പക്ഷെ ഞാൻ ചോദിക്കും. നിക്ക. ഇനി അടുത്തതാ. കൂലിപ്പണിക്കാരന് പറ്റാത്ത പണി ഏതാന്നറിയോ ആർക്കെങ്കിലും? കൈക്കൂലി. അതെന്താ പണി? അല്ല. എല്ലാരും ചൊല്ലിട്ടോ. ഇല്ല. പറ. ചുറ്റിക്കളി. അതെന്തിന് കൂലി? എവിടെയാന്ന് പറഞ്ഞു. അതെ, വിപണി. ആരും പറയാത്തോണ്ട് ഞാൻ തന്നെ പറഞ്ഞു ഗൈസ്. അത് ഭയങ്കര അന്താരാഷ്ട്ര കുസൃതി. വിപണി എന്ത്? കട. കള്ളപ്പം എല്ലാം എടുത്തു വെക്കോടി. പിന്നെ കളി കഴിഞ്ഞോ? കളി കഴിഞ്ഞു. മുട്ടെല്ലാം തിരിച്ചു. എല്ലാവരും മിഠായി തിരിച്ചാ. ഇത് മതി. കളി കഴിഞ്ഞു. ക്യൂവാനെ കഴിഞ്ഞ് തിരിച്ചു നേരം ഹാപ്പിയുടെ മിഠായി തന്നു. ഗൈസ് ഇത് ചീറ്റിംഗ് ആണ്. കളിക്കുന്ന വരെ മിഠായി ഹാപ്പി തിരിച്ചതിന് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ തന്നെ മിഠായി എല്ലാവരും. മിഠായി തരുന്നില്ല ഗൈസ്. ഹാപ്പിയുടെ മാത്രം തന്നാ മതി. ഹാപ്പിയുടെ മാത്രം തന്നാ മതി, ഞങ്ങക്ക് വേണ്ട. തന്നേടി എന്റെ മിഠായി തന്നേടി. ഹാപ്പി തന്നെ. എന്തിനാടി? എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം. തന്നേ മതി. പോയെന്ന് ഞാൻ ചുമ്മാ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി കാണിച്ചല്ലേ. ഏടി എന്നാടി രാവിലെ ഞാൻ പറഞ്ഞു. നിനക്ക് 3 എണ്ണുള്ളൂ. ഇത് ഒരെണ്ണം പൊട്ടിക്കാൻ എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യും. ബാക്കിയെല്ലാം ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. ഓക്കെ, ഇനിയല്ലല്ലോ. ഒരെണ്ണോടെ ഉണ്ട് ഗായ്സ്. ഇല്ല, കവറാ. അതാ ഫ്രോസ് വന്നതാ. കൂടെ ഉള്ളതില്ല പാമ്പുകൾ. അതല്ല, ഒരെണ്ണം കൂടി ഇല്ല. നിങ്ങക്കിപ്പോ ഏതില് ഷെയർ ചെയ്യാൻ ഏതാ വേണ്ടത്? സ്നിക്കേഴ്സ് വേണോ? 5 സ്റ്റാർ. ഒരെണ്ണം എന്തായാലും തരത്തുള്ളൂ. അത് മതിയില്ലേ? ഇഷ്ടമുള്ളത് പറഞ്ഞോ. എന്നാ എടുത്തല്ല മൊത്തം എടുത്ത. കൺഗ്രാജുലേഷൻ. ഹാപ്പിക്ക് ഫസ്റ്റ് കിട്ടിയായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഹാപ്പിക്ക് കൊടുത്തിരിക്കുന്നു. ശരിക്കും ഹാപ്പിക്ക് തന്നു. Guys, I am successful.
ഹാഫിയുടെ ഇക്ക ഗൾഫിൽ നിന്ന് ഹാഫിക്ക് വേണ്ടിയിട്ട് കുറെ ചോക്ലേറ്റ്സ് ഫസ്റ്റ് കിട്ടിയതിന് വാങ്ങി കൊടുത്തതാണ്. ഹാഫിസ് ആസീസ് നിനക്ക് പറയാനുള്ളത് എന്തായാലും കണ്ട ഗൈസ് ഇവള് പറ്റിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്, സന്തോഷായോ? അക്ക ഇക്കാക്ക താങ്കർ കരയാപ്പിയൊന്ന് ഇങ്ങനെ പറ്റിക്കപ്പെട്ട ഹാഫിസയും ഞങ്ങൾ ടീമെല്ലാം കൂടി തിരിച്ചു പോവാണ് ഗൈസ്. വീട്ടിൽ പോണം. പറ്റിച്ച് ഹാഫിസ കരയണ്ടായിരുന്നു ഗൈസ്. കരഞ്ഞിട്ടില്ല. അഭിനയമാണ് ഗൈസ്. ഇത് കോളേജൊക്കെ പൂട്ടി ഗൈസ്. നമ്മൾ പോവാണ്.